നമസ്കാരം, റോസൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് ഇഞ്ചമ്പുളിയാണ്. ചിലവർ പുളിയിഞ്ചി എന്നൊക്കെ പറയും. അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് കറിവേപ്പില, കടുക്, പുളിയുടെ വെള്ളം, പുളി പിഴിഞ്ഞെടുത്ത വെള്ളമാണ്, ചെറിയുള്ളി ചെറുതായി അരിഞ്ഞത്, വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക് ചെറുതായി അരിഞ്ഞത്. ഇത് കായം പൊടിയും അതുപോലെ തന്നെ ഉലുവയും വറുത്ത് പൊടിച്ച പൊടിയാണ്. വെല്ലം ഉരുക്കിയത് ഒരു 3 അച്ച് ഉരുക്കിയിട്ടുണ്ട്. പിന്നെ വെളിച്ചെണ്ണ. നമുക്ക് ആദ്യം തന്നെ പാൻ നന്നായി ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മുടെ പുളിവെള്ളം ഒഴിക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച വെല്ലം ഉരുക്കിയതും കൂടി ഒഴിച്ചു കൊടുക്കാം. നമുക്കതിലേക്ക് നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ച ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, അത് കുറച്ചായിട്ട് ആഡ് ചെയ്യാം. ഇപ്പോൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ചെറിയുള്ളിയാണ്, പച്ചമുളക്, വെളുത്തുള്ളി, ഇതൊക്കെ ഓരോ സ്പൂൺ വെച്ച് ചേർത്ത് കൊടുക്കുക. ഇഞ്ചി, കറിവേപ്പില, ഈ ഇഞ്ചമ്പുളിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായി ഇളക്കി ഒന്ന് തള വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർക്കാവുന്നതാണ്. നന്നായി തിളച്ച് വരുമ്പോൾ കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. നമുക്ക് ആവശ്യം വരെ തിളച്ച് അതിൻ്റെ കട്ടി ശരിയാക്കാവുന്നതാണ്. ഇനി നമുക്ക് വേറൊരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് നമ്മുടെ കടുക് പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന ബാക്കി ഇഞ്ചി, ചെറിയുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പിലയും വറ്റൽമുളക് ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. അതിനുശേഷം അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായി ചേർത്ത് യോജിപ്പിക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കായംപൊടിയും ഉലുവ വറുത്ത് പൊടിച്ചതും ഈ പൊടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കത് നമ്മുടെ ഇഞ്ചമ്പുളിയിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നന്നായി ഇളക്കി യോജിപ്പിക്കുക. അപ്പം നമ്മുടെ ഇഞ്ചമ്പുളി അല്ലെങ്കിൽ പുളിയിഞ്ചി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് റോസൂസ് കിച്ചൺ. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.